ജീവിതം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നാം ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടും. പാതി വഴിയിലെല്ലാം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരുമെന്നറിയാതെ അത്തരത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രവാസലോകത്തേക്ക് പോയ 23 വയസ്സുകാരനെ മരണം കവർന്നെടുത്ത വാർത്ത ഞെട്ടലോടെയാണ് കേരളക്കര കേട്ടത്. പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറ തിരുണ്ടി സ്വദേശി മുഹമ്മദ് ഇർഷാദ് എന്ന 23 വയസ്സുകാരൻ. പ്രായം 23 ആയിട്ടുള്ളൂ. പക്ഷേ ആ ചുമലിൽ ഒരു വലിയ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവുമുണ്ടായിരുന്നു. 1 വർഷം മുൻപാണ് ഇർഷാദിന്റെ ഉപ്പ മരണപ്പെടുന്നത്. ആ വലിയ സങ്കടത്തിൽ നിന്നും ഉമ്മയെയും സഹോദരിയെയും ചേർത്തു പിടിക്കാനാണ് അവൻ പ്രവാസത്തിന്റെ മണ്ണിലേക്ക് വിമാനം കയറിയത്. ഷീറ്റ് മേഞ്ഞ ആ കൊച്ചു വീട്ടിലിരുന്ന് അവൻ കണ്ട സ്വപ്നങ്ങൾക്കെല്ലാം വലിയ തിളക്കമുണ്ടായിരുന്നു. നിശ്ചയിച്ചുറപ്പിച്ച തന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കല്യാണം ഗംഭീരമായി നടത്തണം, അടച്ചുറപ്പുള്ള ഒരു വീട് പണിയണം, ഉമ്മയെ സന്തോഷിപ്പിക്കണം. ഇതിനെല്ലാമായി റൂമിൽ നിന്നും ജോലിക്കിറങ്ങിയ ആ പാവം യുവാവ് തിരിച്ചെത്തിയത് ചേതനയേറ്റ ശരീരമായാണ്. അബുദാബി അല്ലൈൻ റോഡിലുണ്ടായ വാഹനാപകടം ഒരു നിമിഷം കൊണ്ട് തകർത്തത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയുമാണ്. ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലിടുമ്പോഴും തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കോ പ്ലാനിങ്ങുകൾക്കോ ഒന്നിനും പ്രസക്തിയില്ലെന്ന് കാലം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വിധിയുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നാം നിസ്സഹായരാണ്. പെങ്ങളുടെ കല്യാണവും പുതിയ വീടും എന്ന വലിയ സ്വപ്നം ബാക്കിയാക്കി അവൻ മടങ്ങുമ്പോൾ അവിടെ ബാക്കിയാകുന്നത് കണ്ണീർ മാത്രമാണ്. നടപടികൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഇർഷാദിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അന്തിമോപചാരം അർപ്പിക്കാനായി 100 കണക്കിന് ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. കഴിഞ്ഞ 5-ാം തീയതിയാണ് അബുദാബിയിലെ അല്ലൈനിൽ വെച്ച് ഇർഷാദ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരവേ ശനിയാഴ്ചയാണ് ഇർഷാദ് മരണത്തിന് കീഴടങ്ങുന്നത്. ഉപ്പയ്ക്ക് പിന്നാലെ മകനും മരണപ്പെട്ടതോടെ ഉമ്മയും മകളും ആ വീട്ടിൽ തനിച്ചായിരിക്കുകയാണിപ്പോൾ. തിരുണ്ടി യൂണിറ്റ് SSF സെക്രട്ടറിയായും RSC പ്രവർത്തകനായും നാട്ടിലും മറുനാട്ടിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ആ പ്രസന്ന മുഖം ഇനി വെറും ഓർമ്മയായി മാറിയിരിക്കുകയാണ്.